നിങ്ങൾ CBSE ക്ലാസ് 10 അല്ലെങ്കിൽ ക്ലാസ് 12 സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കാണണം. കാരണം പല സ്റ്റുഡൻസും ബോർഡ് എക്സാം സമയത്ത് അറിയാതെ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് ആയിരിക്കും വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. ഈ വീഡിയോയിൽ ആ മിസ്റ്റേക്സും ബോർഡ് എക്സാമിന് ഹെൽപ്ഫുൾ ആയ പ്രാക്ടിക്കൽ ടിപ്സും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ CBSE ബോർഡ് എക്സാംസ് ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ബോർഡ് എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം. നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ആദ്യത്തെ മിസ്റ്റേക്കാണ് ആൻസർ ഷീറ്റിൽ വൈറ്റ്നർ യൂസ് ചെയ്യുന്ന ഈ പരിപാടി. ഇത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കണം. ഒരു കാരണവശാലും ആൻസർ ഷീറ്റിൽ വൈറ്റ്നർ യൂസ് ചെയ്യരുത്. അതിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ ഒറ്റ വെട്ടുക, എന്നിട്ട് കറക്റ്റായിട്ടുള്ള ആൻസർ എടുത്തെഴുതുക. അല്ലാതെ ഓവർ വെട്ടി പേപ്പറിനെ വൃത്തികേടാവുന്ന രീതിയിൽ ഒരിക്കലും ആക്കരുത്. പിന്നെ നിങ്ങൾ ഒരു കാരണവശാലും ബ്ലാക്ക് പേനയിട്ട് എക്സാം എഴുതരുത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ പേന, പെൻസിൽ, സ്കെയിൽ, എറേസർ, ഷാർപ്പനറൊക്കെ കൊണ്ടുപോകുക. ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള പൗച്ചിലാണ് ഇത് കൊണ്ടുപോകേണ്ടത്. സാധാരണ രീതിയിലുള്ള ബോക്സും ജാമെട്രി ബോക്സൊന്നും എക്സാം ഹാളിൽ അലോ ചെയ്യില്ല. അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലിൻ്റെ കാര്യം, വാട്ടർ ബോട്ടിലിൽ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽസിലാണ് കൊണ്ടുപോകേണ്ടത്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് എന്തായാലും കൊണ്ടുപോകണം. ഒരു കാരണവശാലും ഹാൾ ടിക്കറ്റ് എടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എക്സാമിൻ്റെ തലേന്നും എക്സാമിന് തൊട്ട് മുൻപും പുതിയ ടോപ്പിക്സ് ഒക്കെ പഠിക്കുന്നത് പരമാവധി എന്ത് ചെയ്യണം, ഒഴിവാക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, അറിയാവുന്ന ടോപ്പിക്സൊക്കെ കുറേയൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ടാകും. അതേസമയം അറിഞ്ഞുകൂടാത്ത ടോപ്പിക്സ് ആദ്യമായിട്ട് പഠിക്കുമ്പോൾ എന്താണ് ഉണ്ടാവണമെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന ടോപ്പിക്സും എന്ത് ചെയ്യാൻ പറ്റില്ല, ടെൻഷൻ കാരണം നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കില്ല. പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ വായിച്ച് നോക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആയാലും പിന്നെ ഹാളിൽ നിൽക്കുന്ന എക്സാമിനർ പറയുന്ന കാര്യങ്ങളായാലും ശ്രദ്ധയോടെ തന്നെ കേൾക്കുക, അതിനനുസരിച്ച് ചെയ്യുക. ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് തന്നെ വായിച്ചിട്ട് എന്ത് ചെയ്യാവും, ആൻസേഴ്സ് ഒക്കെ എഴുതി തുടങ്ങാവൂ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി പറയുന്നത് ഒരുപാട് സ്റ്റുഡൻസിന് മിസ്റ്റേക്സ് വരുന്ന ഒരു പോർഷനാണ്. നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. അത് ഫില്ല് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ ഒരുപാട് സ്റ്റുഡൻസിന് എന്ത് ചെയ്യും, തെറ്റൊക്കെ പറ്റാറുണ്ട്. എങ്ങനെയാണ് ബുക്ക്ലെറ്റിൻ്റെ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യേണ്ടതെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കണ്ടു നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ബുക്ക്ലെറ്റിൻ്റെ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യാവൂ. നിങ്ങൾ എന്താണ് സ്പീഡിൽ ചെയ്യാൻ നോക്കരുത്. വളരെ സമയമെടുത്ത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യാനായിട്ട് സമയം തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഹാളിൽ നിൽക്കുന്ന ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യണം. അല്ലാതെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മിസ്റ്റേക്സ് ഒന്നും എഴുതി വെക്കരുത്. അത് പിന്നെ വലിയ പ്രശ്നത്തിന് കാരണമാവും. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത്, മിസ്റ്റേക്സ് ഒന്നും എഴുതി വെക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ആദ്യം എഴുതുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എക്സാമിനറിൻ്റെ അടുത്ത് ചോദിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അത് ഫില്ല് ചെയ്യുക. പിന്നെ ബബിൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാവരുത്. കൃത്യമായിട്ട് തന്നെ ചെയ്യുക. നിങ്ങൾ ധൃതിയൊന്നും കാണിക്കാതെ സമയമെടുത്ത് തന്നെ സാവധാനം തന്നെ എന്ത് ചെയ്യുക, ബുക്ക്ലെറ്റിൻ്റെ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് റീചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പർ നല്ലവണ്ണം ആദ്യം വായിച്ച് നോക്കണം. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എന്ത് ചെയ്യുക, നല്ലവണ്ണം വായിക്കുക. ആ ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ എന്ത് ചെയ്യാവൂ, റീഡ് ചെയ്യാവൂ. ആൻസേഴ്സ് ഒന്നും എഴുതി തുടങ്ങരുത്. ആൻസേഴ്സ് എഴുതി തുടങ്ങാൻ ഹാളിൽ നിൽക്കുന്ന ടീച്ചേഴ്സ് എന്ത് ചെയ്യും, പറയുന്നതായിരിക്കും. അപ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ബുക്ക്ലെറ്റിൻ്റെ ഒരു സീലുണ്ടാവും, ആ സീല് പൊട്ടിച്ച് ആൻസേഴ്സൊക്കെ എഴുതി തുടങ്ങാവൂ. 50 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം തന്നിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും നിങ്ങൾ വായിച്ചു നോക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ സെക്ഷൻസിലൂടെയും കടന്നു പോകണം. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യണം, വായിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, കുറേ ആൻസേഴ്സൊക്കെ ഓർമ്മ വരുന്നതായിരിക്കും. എക്സാം ദിവസങ്ങളിൽ നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ എക്സാം സെൻറ്ററിൽ എത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എക്സാം ഹാളിൽ കറക്റ്റ് സമയത്തിന് തന്നെ കയറുക. നിങ്ങൾ എക്സാം ഹാളിൽ നിൽക്കുന്ന ടീച്ചേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ പാലിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എക്സാം എഴുതേണ്ടത് ബ്ലൂ ഇങ്ക് പേനയിട്ടാണ്, ബ്ലാക്ക് ഇങ്ക് പേനയിട്ടല്ല. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലവണ്ണം വായിച്ചതിന് ശേഷമേ ആൻസർ എഴുതി തുടങ്ങാവൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് 3 hours ആയിരിക്കും എക്സാം. പിന്നെ കമ്പ്യൂട്ടർ എക്സാം ഒക്കെ ആണെങ്കിൽ 2 hours ആയിരിക്കും. സോ ടൈം കൃത്യമായിട്ട് തന്നെ യൂസ് ചെയ്യുക. കൃത്യമായിട്ട് തന്നെ ടൈം മാനേജ് ചെയ്ത് എക്സാം എഴുതാൻ ശ്രദ്ധിക്കുക. എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ആൻസർ ഷീറ്റ് റീചെക്ക് ചെയ്യണം. പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റോട് കൂടി എഴുതിയാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫുൾ ആൻസേഴ്സ് എഴുതാനായിട്ട് സാധിക്കും. എക്സാം തീരുന്നതിന് 50 മിനിറ്റ്സ് മുമ്പേ എങ്കിലും നിങ്ങൾ എഴുതി കഴിയണം. അത് കഴിഞ്ഞ് നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, റീഡ് ചെയ്ത് നോക്കുകയും കൂടെ വേണം. ലാസ്റ്റ് മിനിറ്റ് കൊണ്ട് എഴുതുന്നത് നിർത്തുക. പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്ത് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഓരോ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും അല്ലെങ്കിൽ ഓരോ സെക്ഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴും എന്താണ്, ഓരോ ക്വസ്റ്റ്യൻസിനും അല്ലെങ്കിൽ ഓരോ സെക്ഷൻസിനും ഇത്ര ടൈം എന്ന് പറഞ്ഞ് നിങ്ങൾ അലോക്കേറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യസമയത്തിനുള്ളിൽ തന്നെ ആൻസേഴ്സ് എഴുതാനായിട്ട് സാധിക്കും. നമുക്ക് സെക്ഷൻ A, B, C, D, E എന്ന് പറയുന്ന സെക്ഷൻസ് ഉണ്ട്. സോ മെജോറിറ്റി ലാസ്റ്റ് സെക്ഷനിലായിരിക്കും 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളത്. സോ നിങ്ങൾ പ്രോപ്പറായിട്ട് ടൈം ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോയാൽ എന്താണ്, ലാസ്റ്റത്തെ സെക്ഷനിലുള്ള 5 മാർക്സ് ക്വസ്റ്റ്യൻ വരെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എല്ലാത്തിൻ്റെ ആൻസർ എഴുതിയിട്ടുണ്ടോ, പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടോ എന്നും കൂടെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് ഇട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ കറക്റ്റ് ആൻസർ എഴുതിയാൽ പോലും എന്താണ്, തെറ്റിടാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് ഇടുക. ആ ക്വസ്റ്റ്യന് നേരെ കറക്റ്റ് ആൻസർ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക.
ആൻസർ ഷീറ്റ് നീറ്റായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യുക. ഡയഗ്രാംസും ടേബിളും ഒക്കെ നീറ്റായിട്ട് തന്നെ വരയ്ക്കുക. ആൻസേഴ്സും നീറ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, എഴുതുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുക. പിന്നെ എന്താണ്, പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈലൈറ്റ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് വല്ലതും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക. അത്രയേ ഉള്ളൂ. പിന്നെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതണം. വലിച്ചു വാരി എഴുതുന്നതിനേക്കാൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതിയാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ പേപ്പർ നോക്കുന്ന ടീച്ചർമാർ കറക്റ്റ് പോയിൻ്റാണ് അല്ലെങ്കിൽ കറക്റ്റ് കാര്യമാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് തരും. നിങ്ങൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒന്നും കൊണ്ടുപോകരുത്. വാച്ചസ് ഒന്നും എക്സാം ഹാളിൽ അലോ ചെയ്യിക്കത്തില്ല. അതുപോലെയാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. പിന്നെ ആൻസർ ഷീറ്റൊക്കെ ബബിൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ ചെയ്യുക. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എക്സാം എഴുതുക. പേടിയൊന്നും വേണ്ട. പിന്നെ നിങ്ങൾ ഓവർ ടെൻഷൻ അടിച്ച് അറിയാവുന്ന ആൻസേഴ്സും കൂടെ തെറ്റിച്ച് ഒരു കാരണവശാലും വയ്ക്കരുത്. ടെൻഷനൊക്കെ പരമാവധി ഒഴിവാക്കുക. നല്ല റിലാക്സ് ആയിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാനായിട്ട്. ഓവർ സ്ട്രെസ്സൊക്കെ അടിച്ച് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ തന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. എക്സാം ഹാളിൽ ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കാതിരിക്കുക. അതുപോലെ നിങ്ങളുടെ ഇംപ്രഷൻ കീപ്പ് ചെയ്യുക നന്നായിട്ട് തന്നെ. പിന്നെ എക്സാം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. എന്ന് വെച്ച് ഓവർ കോൺഫിഡൻസോ ഓവർ സ്മാർട്ടോ ആവരുത്. നിങ്ങൾ നല്ല കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാമിന് നിങ്ങളുടെ മാക്സിമം അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എക്സാമിന് മാർക്ക് എത്ര വേണോ നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ, അതൊരു പ്രശ്നമേ അല്ല. നിങ്ങൾ അതിൽ റിഗ്രറ്റ് ആവേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങൾക്കിടാൻ പറ്റുന്ന മാക്സിമം എഫേർട്ട് നിങ്ങൾ ഇട്ടാണ് പഠിച്ചത്, അതിന് കിട്ടിയ മാർക്കാണ് ഇത് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, സമാധാനിക്കുകയാണ് വേണ്ടത്. ഇപ്പോഴേ നിങ്ങൾ റിസൾട്ടിനെ പറ്റി ആലോചിക്കേണ്ട. അത് ബാക്കിയുള്ള വിഷയങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രശ്നങ്ങളുണ്ടാക്കും. അതായത് ഒരു പർട്ടിക്കുലർ വിഷയത്തിന് നിങ്ങൾക്ക് നേരാവണ്ണം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ മാർക്സൊക്കെ കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കുറവ് മാർക്സാണ് കിട്ടിയത്, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിൽ കുറവ് മാർക്കാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് ടെൻഷനായി ബാക്കിയുള്ള സബ്ജക്ട്സിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നേരാവണ്ണം പഠിക്കാനായിട്ട് സാധിക്കില്ല, റിവൈസ് ചെയ്യാൻ പറ്റില്ല. സോ എന്ത് ചെയ്യും, വലിയ പ്രശ്നങ്ങളാവും. അതുകൊണ്ടാണ് മാർക്സിൻ്റെ കാര്യം ഇപ്പോഴേ ബോധർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. നിങ്ങളുടെ ബെസ്റ്റ് തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ എക്സാമിന് വേണ്ടി നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യുക. ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നല്ലവണ്ണം വായിക്കുക, നല്ലവണ്ണം പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുക. പിന്നെ CBSEയുടെ സാമ്പിൾ പേപ്പേഴ്സ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ഓരോ സിറ്റുവേഷനെയും ധൈര്യത്തോടെ തന്നെ എന്ത് ചെയ്യുക, ഫേസ് ചെയ്യുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഒക്കെ മനസ്സിലാക്കുക. പിന്നെ നിങ്ങളെ മറ്റുള്ളവരെയും തമ്മിൽ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാതിരിക്കുക. ഇത് സ്റ്റുഡൻസ് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. തമ്മിൽ കമ്പയർ ചെയ്യുന്നത്. അവനല്ലെങ്കിൽ അവൾക്ക് ഇത്രയും പഠിക്കാൻ പറ്റി, ഇത്രയും മാർക്ക് വാങ്ങിക്കാൻ പറ്റി, എനിക്ക് ഇത്രയും പഠിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇത്ര മാർക്കേ കിട്ടിയുള്ളൂ എന്നാരും പറയാൻ പാടില്ല. ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെയാവും. അതുപോലെ തന്നെ സ്റ്റഡീസിനെ അത് ബാധിക്കാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. ഇത് എക്സാം എഴുതി കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ബുക്കിലെറ്റിൽ എക്സാം എഴുതി കഴിഞ്ഞിട്ട് പേജസ് ബാക്കിയുണ്ടെങ്കിൽ ആ പേജസിനെയൊക്കെ സ്ട്രൈക്ക് ഔട്ട് ചെയ്തിടുക, എന്ന് വെച്ചാൽ വെട്ടിയിടുക. എംറ്റി ആയിട്ടുള്ള പേജസിനെയൊക്കെ സ്ട്രൈക്ക് ഔട്ട് ചെയ്യാൻ മറക്കരുത്. ചരിച്ചൊരു വര വരച്ചാൽ മതിയാവും. പിന്നെ ഇത് നേരത്തെ പറഞ്ഞതാണ്, എക്സാം ടൈം തീരുന്നതിന് മുൻപ് നിങ്ങൾ ആൻസേഴ്സൊക്കെ എഴുതി കഴിഞ്ഞ് നിങ്ങൾ എഴുതിയ ആൻസേഴ്സൊക്കെ കറക്റ്റാണോ എന്ന് ഒന്നും കൂടെ റീഡ് ചെയ്ത് നോക്കണം. ഇനി ഇതിൻ്റെ റിയാലിറ്റിയും ട്രൂത്തുമാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ CBSE എക്സാംസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നല്ലവണ്ണം വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള റിസൾട്ട് കിട്ടും. നമുക്കറിയാം CBSE ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഒക്കെ ഡിഫിക്കൽറ്റി കൂടി വരെയാണ്. അതുപോലെ തന്നെ ട്രിക്കിയും ആണ്. പിന്നെ സിലബസൊക്കെ വാസ്റ്റ് സിലബസാണ് ഉള്ളത്. നമുക്കറിയാം ഇത് സ്ട്രെസ്ഫുൾ ആണ്. എന്നാലും പക്ഷേ നമ്മൾ ഈ സിറ്റുവേഷൻ എന്ത് ചെയ്യണം, ഓവർകം ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. നമുക്ക് ലൈഫിൽ ഏത് ടഫ് സിറ്റുവേഷൻ വന്നാലും നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്യും എന്നുള്ള ആ ഒരു ഇത് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. സോ CBSE എക്സാം ആയാലും ഇതിനേക്കാൾ ഏത് വലുത് വന്നാലും നിങ്ങളത് ഓവർകം ചെയ്യും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ ഏത് സബ്ജക്റ്റിനാണോ വീക്ക് ആ സബ്ജക്റ്റിന് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾ ബോർഡ് എക്സാമിന് ചെയ്യാൻ സാധ്യതയുള്ള മിസ്റ്റേക്സും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും നല്ലതുപോലെ തന്നെ എക്സാം എഴുതാനായിട്ട് സാധിക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവണം. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ള ആ ഒരു സെൽഫ് ഡൗട്ട്സിനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റി വയ്ക്കണം. എന്നിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലതുപോലെ എക്സാം എഴുതാനായിട്ട് സാധിക്കട്ടെ. ടെൻഷനൊന്നുമില്ലാതെ അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതുക, നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓൾ ദ വെരി ബെസ്റ്റ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.